ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൽ And Madhu. ഫ്രം സെറ്റ് ടോക്സ്. എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അതെ, സാധാരണഗതിയിൽ നമുക്ക് കഥ പറയാൻ തോന്നുമ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു ബെഡാണിത്. ഇവിടെ നിന്ന് ഭയങ്കര ഫ്ലോയിൽ അങ്ങ് കഥ വരും. അപ്പോൾ നിങ്ങൾ ഇന്ന് തമ്മിൽ കണ്ട പോലെ പാത്തു 2 മാസം കൊണ്ട് ഏകദേശം 8 കിലോ അല്ലേ, 8.5 കിലോ കുറച്ചൊരു കഥയാണ് പറയാൻ പോകുന്നത്. ഇതിലെനിക്ക് കാര്യമായ ഒരു റോളും ഇല്ല, കംപ്ലീറ്റ്ലി പാത്തുമാണ് പറയാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നതായിരിക്കും പാത്തു എന്താ പറയാൻ പോകുന്നുള്ളത് അല്ലേ. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച വീഡിയോ അല്ല. വെയിറ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു പിക്ക് എടുത്ത് വെച്ച് അങ്ങനെ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ പ്ലാൻഡ് അല്ല. അപ്പോൾ ഇപ്പോൾ കുറേ റിക്വസ്റ്റ്, ഇൻസ്റ്റയിലൊക്കെ കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഇൻസ്റ്റയിൽ ഫോട്ടോസൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് മെലിഞ്ഞത്, യൂട്യൂബിലും കുറേ കമൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണം തീരെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ കുറേ ആൾക്കാർക്ക് ഈ ഒരു ജേർണി അറിയണം എന്ന് താല്പര്യം ഉള്ളതുകൊണ്ടും കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടും മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഭയങ്കര ലൈക്ക് പ്ലാൻഡ് ആയിട്ട് നല്ല വൃത്തിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ഉള്ളത് അങ്ങനെ തട്ടിമുട്ടിയും പറഞ്ഞുതരാം. സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് ഇവൾ ഇത്രയും കിലോ കുറക്കുമെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ മുന്നിലെ ഫോട്ടോ എടുത്തിട്ടില്ല. അത് പ്ലാൻ ഉണ്ടെങ്കിൽ പ്രോപ്പർ പ്ലാൻ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിട്ടില്ല. എനിക്ക് ഐഡിയൽ വെയിറ്റിലേക്ക് എത്തണം, ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ കുറച്ചൊരു ഇതുണ്ടായിട്ടില്ല. അങ്ങനെ വിചാരിച്ചതാണ്. പക്ഷെ അത് തുടങ്ങിയപ്പോൾ എനിക്ക് നിർത്താൻ തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കഥ പറയാണ്ട്. കഥ പറയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ. പത്തു, നീ കഥയും ബുക്കെല്ലാം ഇപ്പൊ വായിക്കാറുണ്ടോ? മുമ്പ് നല്ലോണം വായിക്കുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ടൈം കുറവാണ്. സമയം കിട്ടുമ്പോൾ വായിക്കും, പക്ഷെ എന്നാലും സമയം ഭയങ്കര കുറവാണ്. അതാണ്, നമുക്ക് എല്ലാവർക്കും കഥയും ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഇവർക്കും സമയം കിട്ടാറില്ല. അപ്പൊ അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, സ്റ്റോറി ടെൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് അത് നല്ല ആസ്വദിച്ച് നല്ല വൃത്തിയിൽ കേൾക്കാം. ഇപ്പൊ ഞാൻ തന്നെ ഇതിലൊരു ബുക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ വർഗീസ് കുര്യന്റെ എനിക്കും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു പറഞ്ഞൊരു ബുക്ക്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടൊരു ബുക്കാണ്. ഈ ഒരു ആപ്പിൽ ഇങ്ങനെ ബുക്ക് കേൾക്കൽ മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് 2 ലക്ഷത്തിലെ മേലെ ബുക്സ് നിങ്ങൾക്ക് ഇതുപോലെ കേൾക്കാൻ പറ്റും. അതും 11 ലാംഗ്വേജസിലെ മേലെ. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, മറാഠി, അങ്ങനെ ഒരു 11 ലാംഗ്വേജിന് മേലെ നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ പറ്റും. പിന്നെ ഇതിലൊരു മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഓഫ്ലൈൻ ആയിട്ട് കേൾക്കാൻ പറ്റും. അതായത് നിങ്ങൾ റേഞ്ചിലെ സമയത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് റേഞ്ച് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് യാത്രയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഓഫ്ലൈൻ ആയിട്ട് കേൾക്കാനും പറ്റും. പിന്നെ ഒരു അടിപൊളി ഫീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും പറ്റും. അതേപോലെ തന്നെ രാത്രികളിൽ ഒരു നിശ്ചിത ടൈമിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാനും പറ്റും. ആ ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയ ഒരു ടൈമിംഗ് വെക്കാനും പറ്റും. പിന്നെ ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. അതായത് ഫ്രീഡം ഓഫർ. ഓഗസ്റ്റ് 5 തൊട്ട് ഓഗസ്റ്റ് 31 വരെയാണ് ഈ ഓഫർ. അതായത് മാസം 149 രൂപ കൊടുക്കുന്നതിന് പകരം വെറും 59 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 6 മാസത്തെ ഓഫർ 599 രൂപയുള്ളത് വെറും 345 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഒരു ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ഈ ഒരു ശീലം തുടങ്ങാനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മൾ സ്റ്റോറി ടെൽ എന്ന് പറയുന്ന ഒരു ആപ്പ് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്തേക്കോ. പൊളിയാണ്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഒരു 2015 ഡിസംബറിലൊക്കെയാണ്. കാര്യം കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻസി കഴിഞ്ഞ് ഇതിനെ പ്രസവിച്ചപ്പോൾ തൊട്ട് മൂപ്പര് പറയുന്നുണ്ട് എന്റെ വെയിറ്റ് കൂടി എനിക്ക് കുറക്കണോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടുന്നാണ് കഥ തുടങ്ങുന്നത്. ഇനി ബാക്കി കറക്റ്റ് ലൈക്ക് മാത്തമാറ്റിക്കൽ രീതിയിൽ തന്നെ പറയാം. എന്റെ ഹൈറ്റ് 163 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഐഡിയലി നോക്കുമ്പോൾ എനിക്ക് 63 kg വരെ എനിക്ക് നോർമൽ വെയിറ്റ് ആണ്. 63 kg വരെ എനിക്ക് പോവാം. അപ്പോൾ അതിൽ കുറയുമ്പോഴാണ് അതിൽ കൂടുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് ഞാൻ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറക്കാന്നുള്ള ആ ഒരു ഇന്റൻഷനോട് തുടങ്ങിയതല്ല. എനിക്ക് കുറച്ച് ഇഞ്ചസ് കുറക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ പഴയ പോലെ കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഇത് തുടങ്ങിയത്. വെയിറ്റ് കുറയുന്നതിന് മുമ്പ് ഭയങ്കര ആക്റ്റീവ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കേ, വെയിറ്റ് കൂടുന്നതിന് മുമ്പ് പിന്നെ എനിക്ക് ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര മെലിഞ്ഞാലും എത്ര തടിച്ചാലും നമുക്ക് തടിക്കണം എന്ന് തോന്നുന്നതോ മെലിയണം എന്ന് തോന്നുന്നതോ ഒക്കെ നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ അതിപ്പോ വേറൊരാള് നമ്മളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് ഭയങ്കരമായിട്ട് ലൈക്ക് തടി കുറയാനും പിന്നെ തടി കൂട്ടാനൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. നമുക്കായിട്ട് എപ്പോഴാണോ തോന്നുന്നത് അപ്പം മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ തടിയുള്ളതോ മെലിഞ്ഞിട്ടുള്ളതോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്. ഓക്കേ, ബാക്കി പറഞ്ഞിട്ട് അപ്പോൾ ലൈക്ക് ഞാൻ വെഡിങ്ങിന്റെ ടൈമില് 54 ആയിരുന്നു എൻ്റെ വെയിറ്റ്. പിന്നെ ഇസനെ പ്രഗ്നന്റ് ആയി. പ്രസവിക്കുന്ന ദിവസം 71 kg ആയി. 71 kg ജസ്റ്റ് ഡെലിവറിക്ക് മുമ്പുള്ള വെയിറ്റ് ആണ്. ഡെലിവറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ 67 kg. കാരണം ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡും ബേബി എല്ലാം പുറത്ത് വന്നല്ലോ. അപ്പോൾ 67 kg ആയി. അതൊന്നും എൻ്റെ അടുത്ത് പോലും എത്തുന്നില്ല. ഞാൻ 82 ആണ്. ഓക്കെ, എന്നിട്ട് അങ്ങനെ 67 kg ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എക്സാക്ട് 2 months ആയപ്പോൾ ഞാൻ എൻ്റെ PGക്ക് ലൈക്ക് വീണ്ടും ഒരു മിനിറ്റ്
ഒന്നുകൂടെ പറയട്ടത്. പിന്നെ പിന്നെ ഇതൊക്കെ എക്സാക്ട് 2 months ആയപ്പോൾ ഞാൻ വീണ്ടും കോളേജിലേക്ക് പോകാൻ തുടങ്ങി. പോയി തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്. അതായത് പോസ്റ്റ് പ്രഗ്നൻസി എനിക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നിട്ടാണ് ഫ്ലാറ്റിലേക്ക് വരാം. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ കോളേജിൽ നിന്ന് നടന്ന് ഫ്ലാറ്റിലേക്ക് വരാം, പിന്നെ തിരിച്ച് കോളേജിൽ പോവാം, പിന്നെ തിരിച്ച് വരാം. അങ്ങനെ നടന്ന് എനിക്കൊരു വർക്കൗട്ടോ അങ്ങനെ ഒരു ഡയറ്റ് പ്ലാനോ ഒന്നും ഫോളോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിട്ടില്ല ആ സമയത്ത്. എന്നിട്ട് ഇതൊക്കെ ഒരു 2 years ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഒരു നോർമൽ വെയിറ്റിലായി, 58 kg എത്തി. പിന്നെ കഥ തുടങ്ങുന്നത് ദുബായിലെത്തിയപ്പോഴാണ്. ദുബായിലെത്തി പിന്നെ തീറ്റായിരുന്നു. ഇവള് ഒരുമാതിരി എല്ലാം തോലായിട്ട് ദുബായിലേക്ക് വന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. അങ്ങനെ ഞാൻ കൂട്ടി ഇങ്ങനെ നടന്നിട്ട് തിരിച്ച് നല്ല എന്നെ പോലെ എന്റെ, അതായത് ഒന്നുമില്ല, ഞാൻ ഒന്ന് പറയട്ടെ, അതായത് ഒന്നിക്കൽ ഇവൾ തടിക്കണം, അതായത് എന്റെ ലെവലിലേക്ക് വേണം, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവളുടെ ലെവലിലേക്ക് പോകണം. അത് രണ്ടാമത് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ മലിയാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. ദുബായിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കര സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായി. ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി അല്ല, എനിക്ക് മാറ്റിയെന്നല്ല, ദുബായിലെത്തിയപ്പോഴത്തേക്കും ലൈഫ് സ്റ്റൈൽ തന്നെ കംപ്ലീറ്റ്ലി മാറി. കാരണം അവിടുത്തെ ഫുഡാണെങ്കിലും പിന്നെ നമ്മൾ അങ്ങനെ ആക്ടിവായിട്ട് എവിടെയും ഇറങ്ങുന്ന ഒന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ റൂമിൽ തന്നെയാണ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഷൂട്ടിന് എപ്പോഴെങ്കിലും ഇനീഷ്യലി നമ്മൾ അധികം എന്നും വ്ളോഗ് ചെയ്യുന്ന അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, എപ്പോഴെങ്കിലും വ്ളോഗ് ചെയ്യും. അപ്പോൾ അന്നേരം ഇങ്ങനെ പുറത്തിറങ്ങും. പിന്നെ വീക്കെൻഡ്സിൽ പുറത്തിറങ്ങും. അതും നമ്മൾ അങ്ങനെ കുറേ നടക്കൊന്നുമില്ല, എല്ലായിടത്തേക്കും വണ്ടി എത്തും, അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങുക, പിന്നെ ഇങ്ങനെ കയറുക, അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. പിന്നെ നമ്മള് നാട്ടിലാവുമ്പോൾ നമ്മള് ക്ലീനിങ്ങിൽ തന്നെ കുറെ കുറയും. കാരണം നമ്മള് കുറെ സ്പേസ് ഉണ്ടല്ലോ ക്ലീൻ ചെയ്യാൻ വേണ്ടി. ദുബായിൽ ആകെ 1-2 റൂം ഉണ്ടാവും. അതന്നെ ആ ഒരു ഇതില് 1 BHK ഒക്കെ ആകുമ്പോ അത്രേ ഉള്ളൂ സ്പേസ്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നും ഇല്ല. അപ്പൊ കാര്യമായിട്ട് നമ്മള് ബോഡി അറിഞ്ഞിട്ടുള്ള പണികളൊന്നും അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര ആക്റ്റീവ് ഫേസിൽ നിന്ന് പെട്ടെന്നൊരു സെഡൻഡറി ഫേസിലേക്ക് പോയതാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു വെയിറ്റ് സർജ് ഉണ്ടായി. അങ്ങനെ കുറച്ച് വെയിറ്റ് കൂടി. പക്ഷെ എന്നാലും അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടില്ല, ഒരു നോർമൽ ഇതിലാണ് കൂടിയത്. എന്നിട്ടൊരു 59-60 ആ റേഞ്ചിലേക്ക് എത്തി. എന്നാലും എൻ്റെ ഐഡിയൽ വെയിറ്റ് ഒന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിൽ വന്നപ്പോൾ ശരിക്കും നല്ലോണം കൂടി. ദുബായിൽ കൂടിയതിനെക്കാട്ടിലും കൂടുതൽ നാട്ടിൽ വന്നപ്പോൾ നല്ലതായിട്ട് കൂടി. പിന്നെ ലോക്ക്ഡൌണിൽ അതേപോലെ തന്നെ നമ്മള് പുറത്തിറങ്ങലും ഒന്നുമില്ല, പിന്നെ വീട്ടിലും കാര്യമായിട്ട് ആരും വരുത്തൊന്നുമില്ല. അപ്പോൾ നോർമലി ഇങ്ങനെ പിന്നെ കിടക്കുക, തിന്നുക, അങ്ങനത്തെ ഒക്കെ തന്നെയാണ്. പിന്നെ കൂടുതലും മടി പിടിച്ചു തുടങ്ങി. നാട്ടിലെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മടി പിടിച്ചു തുടങ്ങി. പിന്നെ എന്നിട്ടും ആ ഒരു ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ, വെയിറ്റ് കൂടിയെങ്കിലും. പക്ഷെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേരള ട്രിപ്പ് പോയി. കേരള ട്രിപ്പ് ആ 1 month ഞാൻ 3 kg കൂടി. അപ്പൊ അത്രയും കാലം എനിക്ക് വെയിറ്റ് നോക്കുന്ന മോണിറ്റർ ചെയ്യുന്ന ഇതുണ്ടായിരുന്നില്ല. വെയിറ്റ് അങ്ങനെ എല്ലാ ദിവസവും നോക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, എന്നിട്ട് കേരള ട്രിപ്പ് അവസാനിക്കാനായപ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരു 2 weeks ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ജാബിക്ക് ഭയങ്കര ടേസ്റ്റ് ആവാൻ തുടങ്ങി. കാരണം നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി, നല്ലോണം കൂടുന്നുണ്ട്. പിന്നെ നമുക്ക് വെയിറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ബോഡി ഭയങ്കരമായിട്ട് ടയർഡ് ആവുന്ന തോന്നും. നമ്മള് ഭയങ്കരമായിട്ട് ടയർഡാന്ന് തോന്നും. ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്നെടുത്ത് ഒന്ന് കിടന്നാൽ പിന്നെ അങ്ങനെ തന്നെ കിടക്കാൻ തോന്നും. ഒന്ന് എണീറ്റ് ഇതാക്കുക അങ്ങനത്തെ ഒന്നും തോന്നില്ല. അപ്പോൾ കേരള ട്രിപ്പിൽ മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഡ്രൈവിംഗ് ചെയ്യണം, മാറി എനിക്കും ജാബിയും ഡ്രൈവിംഗ് ചെയ്യണം. ഞാനും ഷൈമിയും വെറുതെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുക മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഹോട്ടൽ റൂമിലേക്ക് പോവാം. ഹോട്ടൽ റൂമിലായതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാനുമില്ല. അവിടെ പോവുക, അവിടുത്തെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ക്ലീനിങ് പോലും ചെയ്യാനില്ലല്ലോ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഭയങ്കര ആ ഒരു 1 month ശരിക്കും നല്ല വെയിറ്റ് കൂടി. അതിനുശേഷം പിന്നെ നമ്മൾ ദുബായിലേക്കും പോയി. പിന്നെ അവിടുന്ന് അതുപോലെ തന്നെ ആ ഒരു 1.5 month പിന്നെ ഒരു 1.5 kg കൂടി. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പം 64.3 kg ആയി. അത് കറക്റ്റ് കണക്കാണ്. അപ്പോൾ എൻ്റെ ഐഡിയൽ വെയിറ്റ് 63 മാത്രമേ പാടുള്ളൂ. അപ്പോൾ 64.3 ആയപ്പോഴത്തേക്ക് അത് ആദ്യം ഞാൻ നോക്കിയിട്ടില്ല, വെയിറ്റ് അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ നാട്ടിലെത്തി കുറച്ചിങ്ങനെ തോന്നിയപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പം നോക്കിയപ്പോൾ ഐഡിയൽ വെയിറ്റിനെക്കാട്ടിയും കൂടുതലായി. അപ്പം ഞാൻ പിന്നെ തുടങ്ങി. പിന്നെ അപ്പോൾ കറക്റ്റ് സമയത്ത് നോമ്പ് വരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു.
കാരണം നോമ്പിന് കംപ്ലീറ്റ്ലി നമ്മൾ ഫാസ്റ്റിംഗ് ആണല്ലോ. പിന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ സാധനങ്ങളൊക്കെ ഒഴിവാക്കി. ഓയിലൊന്നും കടികളൊന്നും കഴിക്കില്ല. സാലഡ്സോ എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ജ്യൂസിൽ ഷുഗർ കട്ട് ചെയ്ത്. ഷുഗർ യൂഷ്വലി എനിക്ക് ജ്യൂസിൽ അല്ലെങ്കിലും ഷുഗർ കുറച്ചിട്ട് ഇഷ്ടം. ലൈക്ക് നമ്മളെ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ്, ഫ്രൂട്ടിനുള്ള ഒരു സ്വീറ്റില്ല, ആ ഇത് മാത്രമാണ് എനിക്കിഷ്ടം. അപ്പോൾ പൊതുവെ അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മധുരത്തിനോടുള്ള പ്രശ്നമോ പിന്നെ റൈസ് അധികം കഴിക്കണം തോന്നുന്നു, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നോമ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ കംപ്ലീറ്റ്ലി ഷുഗർ ഒഴിവാക്കി, ഓയിൽ ഒഴിവാക്കി, റൈസ് ഒഴിവാക്കി. ഈ 3 സംഭവങ്ങൾ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്ത് എന്നിട്ട് നോമ്പ് അവസാനിക്കാനായപ്പോൾ നോമ്പിൻ്റെ ലാസ്റ്റ് ഫ്യൂ വീക്സ് ആയപ്പോഴത്തേക്കും എനിക്ക് വർക്കൗട്ട് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായി. കാരണം വെയിറ്റ് കുറയുന്നുണ്ട് പക്ഷേ ഇഞ്ചസ് കുറയുന്നില്ല. പിന്നെ നമ്മൾ വെയിറ്റ് മാത്രം കുറച്ചിട്ടും കാര്യമില്ലല്ലോ, കാരണം നമ്മൾ മസിൽസൊക്കെ കുറച്ച് സ്ട്രോങ് ആവണം. പിന്നെ ഞാനൊരു ക്രോണിക് ബാക്ക് പെയിൻ ഉള്ളൊരു ക്രോണിക് ബാക്ക് പെയിൻ പേഷ്യൻ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഇതാക്കി കഴിയുമ്പോഴത്തേക്കും ബാക്ക് പെയിൻ തുടങ്ങും. അപ്പം ബാക്കിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണമായിരുന്നു, ആമിൻ്റെ മസിൽസൊക്കെ സ്ട്രെങ്തൻ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാനൊരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. ആ പ്രോഗ്രാം ഓൾറെഡി ഞാൻ മുന്നേ ജോയിൻ ചെയ്തിട്ട് നമ്മൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫിറ്റ് കപ്പിളിൻ്റെ പരിപാടിയിൽ. അപ്പോൾ അന്ന് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പ്രോഗ്രാം ഇട്ടപ്പോൾ പിന്നെ ഞാൻ ഗെയിൻ ചെയ്ത് അതിനുശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. ഞാൻ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് അതിൽ ജോയിൻ ചെയ്തിട്ട് അപ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് നമ്മളിപ്പം ചിലപ്പോൾ ലഞ്ച് കഴിക്കുക 3 മണി 4 മണിക്കാവും. ഇത് കറക്റ്റ് അവർ മെസ്സേജ് ചെയ്യും, ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, കറക്റ്റ് 1 മണിക്ക് മെസ്സേജ് ചെയ്യും. അപ്പോൾ കുറച്ചാണെങ്കിലും കഴിക്കുന്നത് ആ ഒരു ടൈമിന് തന്നെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ 5 meals per day ആയിരുന്നു. മോർണിംഗിൽ എൻ്റെ ഉടനെ റേസിൻസ് തലേന്ന് പുതിർത്തി വെച്ച വെള്ളം അത് കുടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വീറ്റിലായിരുന്നു. ഇപ്പോഴും വീറ്റ് തന്നെയാണ് കഴിക്കുന്നത്, റൈസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ വീറ്റിൽ എന്തെങ്കിലും ചപ്പാത്തിയോ പിന്നെ വീറ്റ് ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. 3 നേരം ചപ്പാത്തി ആയിരുന്നു. ഇവിടെ ഈ ചപ്പാത്തി തീറ്റാണ്ട് ഞാൻ ഒരു ചപ്പാത്തി കമ്പനി തുടങ്ങിയാലോ എന്നൊരു ആലോചിച്ചു. അങ്ങനെയും പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ കഴിക്കാൻ, ലൈക്ക് ഓട്സ് പുട്ട്, വീറ്റ് പുട്ട്, അങ്ങനെ എന്തൊക്കെയുണ്ട്. പക്ഷെ എനിക്ക് ചപ്പാത്തി ഇഷ്ടമാണ്, പിന്നെ വീറ്റ് ദോശ ഇഷ്ടമാണ്, അതുകൊണ്ട് അത് കഴിച്ചു. പിന്നെ ഇടയ്ക്ക് റാഗി ദോശയൊക്കെ ട്രൈ ചെയ്യും, അതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ പിന്നെ മിഡ് മീൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക, അത് ഞാൻ യൂഷ്വലി കഴിക്കില്ല. പിന്നെ നെക്സ്റ്റ് നമുക്ക് ലഞ്ചും അതുപോലെ തന്നെ വീട്ടിൽ ചപ്പാത്തിയും പിന്നെ കുറേ വെജീസ് കഴിക്കും. ലഞ്ചിന് കുറേ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഈവനിങ് മീല് ഒന്നുകിൽ ജിഞ്ചർ ടീ കുടിക്കും, അതായത് നമ്മൾ ജിഞ്ചർ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് ലെമൺ ഇട്ട് കുറച്ച് ഹണി ഇട്ടിട്ടുള്ള ഒരു ജിഞ്ചർ ടീ കുടിക്കും. അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ ടീ, അതിൻ്റെ ഒന്നിച്ച് 2 ഡേറ്റ്സും 3 ആൽമണ്ട്സും. ഇതൊക്കെ ഇവള് ഇത്രപാട് കഴിക്കുമ്പോൾ ഞാൻ ഇവളെ മുഖം നോക്കിയിട്ട് ഞാൻ കുറച്ച് ചിക്കനും കുറച്ച് ബിരിയാണിയോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് നെയ്ച്ചോറിലും നോമ്പിനല്ല ഏറ്റവും പ്രശ്നം. ഇവളിങ്ങനെ സാലഡും നല്ല നല്ല ഫ്രൂട്ടും കാര്യങ്ങളും കഴിക്കുമ്പോൾ ഞാനിങ്ങനെ കുറെ എണ്ണക്കടികളും കുറെ അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നോമ്പ് മുറിക്കാൻ എല്ലാവരും ഒരുമിച്ചിരിക്കും. അപ്പൊ ഉമ്മക്കെല്ലാം ഭയങ്കര വിഷമേനു. ഉമ്മ എന്നിട്ട് ഇങ്ങനെ പറയും, എന്തെങ്കിലും കഴിക്കുമ്പോഴേ എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് ഭയങ്കര സങ്കടമായിരുന്നു കഴിക്കാണ്ട് കാണുമ്പോ. അപ്പൊ എന്നിട്ട് പിന്നെ ഉമ്മയും ഓക്കെ ആയി. ഇപ്പൊ പിന്നെ ഉമ്മയും അങ്ങനെ ആ ഒരു ഇതിലേക്ക് മാറി. ഇപ്പൊ ഉമ്മയും ഡയറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ തടി കണ്ടിട്ട് ഉമ്മാക്കും ഡയറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പാത്തു ഈ നോമ്പും അതിന് ശേഷമായിട്ട് 2-3 മാസങ്ങളായിട്ട് ഏകദേശം 2 മാസം തന്നെ കറക്റ്റ് 2 മാസം കൊണ്ട് പാത്തു കുറച്ചത് ഏകദേശം 8.5 കിലോ അല്ലേ? ഇപ്പോ ഞാൻ 56.2 ആയി. അതായത് 8.5 വരുന്നു കാൽക്കുലേറ്റ് ചെയ്ത് ആയിരിക്കും. 64.3 56.2 ആയി. ഓൾമോസ്റ്റ് 8.5 അല്ല 8.1 ഓർ സംതിങ് അങ്ങനെ. പക്ഷേ 2 months മാത്രമേ അത് ലൈക്ക് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം നമ്മൾ 2 months അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം കുറെ നാളായിട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് തന്നെ അവർ പറഞ്ഞ ഡയറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷെ ഒരു സമയത്ത് ഞാൻ ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായി, ലൈക്ക് 10 ദോശ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ടീ കോഫി കംപ്ലീറ്റ്ലി ഒഴിവാക്കി. എന്തൊക്കെയോ സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് ആ ലിസ്റ്റ് പറയാൻ ഫൈബർ കൂടുതലുള്ള സാധനം, ഫ്രൂട്ട്സ്, സാലഡ്, പിന്നെ എന്ത് സംഭവങ്ങളും പ്രോസസ് ചെയ്ത് എല്ലാം ഒഴിവാക്കി. അതായത് എല്ലാം ഒഴിവാക്കി. പിന്നെ നൂഡിൽസ്, ചപ്പാത്തി, പൊറോട്ട, അങ്ങനെയുള്ള കാര്യം മൈദ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ബിസ്ക്കറ്റ് ഇല്ല, ചപ്പാത്തി മാത്രം, അതായത് വീറ്റ് ഗോതമ്പിന്റെ സംഭവങ്ങൾ മാത്രം, ബാക്കി എല്ലാം ഒഴിവാക്കി. സ്വീറ്റ്സ് എനിക്ക് പൊതുവേ വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ചിക്കൻ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു,
നമ്മളെ ബാർബിക്യൂ മാത്രല്ല ചിക്കൻ കറിയും ഇതൊക്കെ. കാരണം എന്നോട് അവർ പറഞ്ഞിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് സ്പെസിഫിക് ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് ഡെയിലി റുട്ടീനിൽ ആ ഒരു പ്രോഗ്രാം നിർത്തിയിട്ട് ഡെയിലി റുട്ടീനിൽ കൊണ്ടുവരുമ്പം നമുക്ക് അതേപോലെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അലൗഡ് ചെയ്യായിരുന്നു. ലൈക്ക് ഇപ്പൊ ചിക്കനിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിലൊക്കെ എന്തായാലും ആഡ് ചെയ്യണം, എന്നാലേ ആ ഒരു ഇതുണ്ടാവുള്ളൂ. ഇപ്പൊ വെജിറ്റബിൾസ് ആണെങ്കിൽ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ ആ ഒരു കടുക് പൊട്ടിക്കാനൊക്കെ എന്തായാലും നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഓയിൽ കഴിക്കുന്നുണ്ടായിരുന്നു. ഈ ഡീപ്പ് ഫ്രൈ ചെയ്ത സാധനങ്ങൾ, അതായത് ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്തത്, പിന്നെ കടികളൊക്കെ നമ്മുടെ ഈ സമൂസ, ഇറച്ചിയുടെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതൊക്കെയാണ് ഒഴിവാക്കിയത്. ഭയങ്കരമായിട്ട് ഓയിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി. പിന്നെ ഈ പാസ്ത, പിസ്സ, ബർഗേഴ്സ്, ബിരിയാണി, കപ്സ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. റൈസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി, നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ. ആലോചിച്ച് നോക്കിയാൽ ഇതെല്ലാം ഞാൻ ഇവക്ക് കൊടുക്കാണ്ട് ഇവളെ മുമ്പ് തിന്നു, എത്ര വിഷമം ഉണ്ടാവും നമുക്ക്. ഞാൻ എത്ര സങ്കടത്തോടെ ഇരിക്കാലും തിന്നിട്ടുണ്ടാകാം. ഇവളിതൊന്നും തിന്നില്ല, ഞാൻ ഇവളെ മുഖം നോക്കിയിട്ട് ഇതെല്ലാം തിന്നു. ഈ പറഞ്ഞ കപ്സ ആയാലും മറ്റേ പിസ്സ ആയാലും പാസ്ത ആയാലും ഇതെല്ലാം ഞാൻ എനിക്ക് ബർഗർ ലോഞ്ചിലൊക്കെ കൊണ്ടുപോയിട്ട് എന്റെ മുമ്പിൽ നിന്നിട്ട് ബർഗർ തിന്നു. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഷുഗർലെസ് വാട്ടർമെലൻ ജ്യൂസ് കുടിക്കും. എന്ത് സങ്കടത്തില് ഇവള് ചിരിക്കുന്നുണ്ട്. ഇവക്കായാലും ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇവളിങ്ങനെ നോക്കിയിട്ട് തടിയാ നീ തടിച്ചോ ഞാൻ ഫുൾ സ്ലിം ബ്യൂട്ടി നടക്കുന്ന മറ്റേ അതായിരുന്നു സന്തോഷം. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കൂല കേട്ടോ. മെലിനൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പാത്തുവിന്റെ സ്ട്രിക്റ്റ് തീരുമാനമായിരുന്നു ഇപ്രാവശ്യം. ലാസ്റ്റ് ഈ പ്രാവശ്യം എടുത്തത് വളരെ സ്ട്രിക്റ്റ് തീരുമാനമായിരുന്നു. ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പൊ GM ഡയറ്റ് ട്രൈ ചെയ്ത്, GM ഡയറ്റിലൊക്കെ 1 വീക്കിൽ 3 kg കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗും ട്രൈ ചെയ്തിട്ടുണ്ട്, അതിലും അതേപോലെ തന്നെ 1 വീക്കിൽ 3 kg കുറയും. പക്ഷെ അത് എനിക്ക് ലോങ് ടേം ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു 1 വീക്കിൽ 3 kg കുറഞ്ഞിട്ട് പിന്നെ അഗൈൻ ബാക്ക് ടു നോർമൽ. അപ്പൊ ഇതിപ്പോ ഞാൻ ബാക്ക് ടു നോർമൽ ആയി. ഇപ്പോൾ ഒരു 2 months പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് അത് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ബാക്ക് ടു നോർമലായി. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു കൺട്രോൾ ഉണ്ട്. പിന്നെ മീലിൻ്റെ പോർഷൻസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ചു, പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി കൂട്ടി. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ. കാരണം നമ്മൾ എല്ലാം കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്യാൻ പറ്റൂല. എല്ലാം നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് വേണ്ട ന്യൂട്രിയൻസും ആ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് വേണം. അപ്പോൾ കംപ്ലീറ്റ്ലി എല്ലാം ഒമിറ്റ് ചെയ്തിട്ട് കഴിക്കുന്നത് അത്ര ലൈക്ക് ഹെൽത്തി അല്ല. അപ്പം ഹെൽത്തി ആയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവൾ ഇത്രയും കാലം തടി കുറക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഇവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാത്തു നീ ചെയ്യും, നിന്നെ കൊണ്ട് പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇവള് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പാത്തു എനിക്കൊന്നും പറഞ്ഞ പരിപാടിയല്ല, ഒന്ന് ഒഴിവാക്കി പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഉള്ളിലൊരു വാശി കയറിയിട്ട് അവളെ ചെയ്തു. അപ്പം നമ്മൾ ഭർത്താക്കന്മാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളെ ഭാര്യനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവരെ ചെയ്യില്ല. യെസ്, തളർത്തണം. അവരോട് പറയണം, ഇന്നെ കൊണ്ടൊന്നും പറ്റൂല, ഇതൊന്നും നിന്നെ കൊണ്ട് പറഞ്ഞ കാര്യമില്ല, ഇതിനെ കൊണ്ടാവൂല എന്നും പറഞ്ഞിട്ട് അവർ തളർത്തിയാൽ അവർ നമ്മളോടുള്ള ദേഷ്യത്തിനെങ്കിലും അത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഞാൻ ഡയറ്റിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനീഷ്യലി 3000 സ്റ്റെപ്സ് പെർ ഡേ ആണ് ചെയ്തിരുന്നത്. ഇനീഷ്യലി ഒരു 4 days. അത് കഴിഞ്ഞ് 3000 സ്റ്റെപ്സ് പ്ലസ് കാർഡിയോ ചെയ്യാൻ തുടങ്ങി. കാർഡിയോ അതൊക്കെ അവർ വീഡിയോസ് എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ സെയിം തിങ് ഫോളോ ചെയ്ത് അങ്ങനെ ഒരു ഫസ്റ്റ് 2 weeks കാർഡിയോ ചെയ്ത്. പിന്നെ എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു, ഇതൊന്ന് റെഗുലറായി ചെയ്തിട്ട് ബാക്ക് പെയിൻ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് പറഞ്ഞ് അങ്ങനെ ഒരു 2 weeks ഫുള്ള് ഇത് തന്നെയായിരുന്നു. കാർഡിയോയും അങ്ങനത്തെ സിമ്പിൾ എക്സസൈസസ് ആയിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഹെവി ട്രെയിനിങ് ഒക്കെ തുടങ്ങി, അതായത് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ തുടങ്ങി. പിന്നെ ഫ്ലോർ എക്സസൈസസ് തുടങ്ങി. പിന്നെ ലൈക്ക് ലോവർ ബോഡിക്കുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇനീഷ്യൽ രീതിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര പെയിൻസ് കഴിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ വൺസ് അത് ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ നോർമലായി, പിന്നെ ഓക്കെ ആയി. അപ്പോൾ ഇനീഷ്യലി നമുക്ക് വർക്കൗട്ട് ഇതൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളതിങ്ങനെ ഡെയിലി റൂട്ടീനിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഈസിയാവും. അപ്പൊ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്താണെങ്കിലും ചേർന്നാലേ നിങ്ങൾക്ക് ഡയറ്റ് കുറക്കാൻ പറ്റുന്ന, കാരണം അതില്ലാണ്ട് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് ആണ്. അവർ നമ്മൾ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ പ്ലസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പിന്നെ ചില സമയത്ത് ഇങ്ങനെ ഞാൻ ഇവരെന്തെങ്കിലും മെസ്സേജ് ചെയ്തോണ്ടിരിക്കുന്നു. ചിലപ്പോൾ കാരണം കറക്റ്റ് ടൈമിന് കഴിച്ചിട്ടില്ലെങ്കിൽ അവരിങ്ങനെ ചോദിക്കും. അപ്പൊ അവര് പേടിച്ചിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി, അങ്ങനെ വേണമെങ്കിൽ പറയാം. അവരിങ്ങനെ ചോദിക്കുന്ന പേടിച്ചിട്ട് ഓക്കെ ഞാൻ കഴിച്ചെന്നുണ്ട്. കാരണം അവർക്ക് ഓരോ ടൈമിലും ഫോട്ടോസ് അയച്ചു കൊടുക്കണം. ആ ഫോട്ടോയിൽ കറിയിൽ എന്തെങ്കിലും ആയിട്ടൊന്നൊരു ലൈക്ക് നമ്മൾ ലൈറ്റിനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു ഗ്ലേസിങ് പോലെ തോന്നിയാൽ പറയും, ഓയിൽ കൂടുതലുള്ളതാണല്ലോ ഇത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പം ഇങ്ങനെ പേടിയാവും. അപ്പം പിന്നെ ആ ഒരു ദിവസത്തെ ഫുൾ മീലിൽ ചിലപ്പോൾ വെജിറ്റബിൾസ് കുറവാണെങ്കിൽ പറയും, ആ വെജിറ്റബിൾസ് കുറവാണല്ലേ, നാളത്തെ മീലിൽ 3 മീലിലും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ എഗ് ഒക്കെ കഴിച്ചിരുന്നത് ജസ്റ്റ് വൈറ്റ് മാത്രമാണ്, ആൽബുമിൻ മാത്രം കഴിച്ചത്, യോക്ക് കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പാത്തു ഈ പറഞ്ഞ 8.5 കിലോ കുറച്ചത്. അപ്പോൾ കുറേ സ്ത്രീകൾ
പോസ്റ്റ് പ്രഗ്നൻസിയും അതുപോലെ കുറേ ആൾക്കാർക്ക് തടി കുറക്കാൻ ഭയങ്കരമായ താല്പര്യമുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഞാൻ പേഴ്സണൽ മെസ്സേജസിൽ ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ കുറെ റിക്വസ്റ്റ് കൂടിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലിങ്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈലില്ലേ, ആ തടിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഡിന്നറായിട്ടോ ഇല്ല ആ ഒരു ലൈഫ് സ്റ്റൈൽ, നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പിൽ ലൈഫ് സ്റ്റൈലില്ലേ, അതെനിക്ക് മതിയായി, ഇനി ഞങ്ങൾക്കൊരു മാറ്റം വരണം എന്നില്ല ശക്തമായ തീരുമാനം എടുക്കാം. ആദ്യം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ട് വേറെ നിങ്ങളോട് പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള കൊണ്ട് ഒരിക്കലും അങ്ങനെ തീരുമാനിക്കരുത്. നിങ്ങൾക്കായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും മാത്രം, ഇഫ് യു ആർ ഓക്കെ വിത്ത് യുവർ ബോഡി, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ കെട്ടിയോ നീ ഭയങ്കര തടിച്ചിട്ട് അതിനെ കാണാൻ ഭയങ്കര വൃത്തിയിടാന്നല്ല അഥവാ പറയുന്നുണ്ടെങ്കിൽ പോയി പണി നോക്കണം പറയാം അല്ലേ, പോയി പണി നോക്കാൻ പറ. അപ്പൊ നിങ്ങൾക്ക് തോന്നണം, അതായത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറണം എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ആ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എൻ്റെ ഇതില് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ആ ലൈഫ് സ്റ്റൈല് കുറച്ചും കൂടി മാറ്റണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് തുടങ്ങിയത്. പിന്നെ എനിക്ക് ഒരു 60 kg എത്തിയപ്പോൾ, അതായത് 63.4 60 എത്തിയപ്പം ആ ട്രെയിനർ തന്നെ പറഞ്ഞ് ഇനി കുറക്കണ്ട, ഇനി വെയിറ്റ് കുറച്ചാൽ ഇനി അണ്ടർ വെയിറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു 56 എത്തിക്കാം, എന്നിട്ട് പിന്നെ ഒരു 2 kg ഞാൻ കുറെ എന്തൊക്കെ കളിച്ചിട്ട് കൂടിയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള ഇതിലാണ് ആ ഒരു വെയിറ്റിലെത്തിയത്. 58 വരെ എത്തിയാൽ പിന്നെ എനിക്ക് അണ്ടർ വെയിറ്റ് ആണ്, അപ്പോൾ അത്ര കുറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചാലും കുഴപ്പമില്ല, ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു പ്രോപ്പർ ഫുഡ് കഴിക്കും. ഇപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഫുഡ് ലൈക്ക് ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വർക്കൗട്ടും നടക്കുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്ക് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാനും വന്ന് പിന്നെ ലോക്ക്ഡൗണും വന്ന് അത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. ആ ലോക്ക്ഡൗൺ ശരിക്കും മുതലാക്കി അല്ലേ? അല്ല, ലോക്ക്ഡൗൺ വന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എല്ലാം നമുക്ക് വേണ്ട പോലെ ഫോളോ ചെയ്യാൻ പറ്റി. യെസ്, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആദ്യം എടുക്കേണ്ടത് തീരുമാനമാണ്. എന്നിട്ട് ആ തീരുമാനം എടുത്താൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് നിങ്ങളൊരു ടാർഗറ്റ് വെക്കുക, ഇത്ര കിലോ ഞങ്ങൾക്ക് എത്തണം എന്നില്ല. ഇനിയിപ്പോൾ ഞാൻ പാത്തുവിൻ്റെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഇനി ഞാനും ഇപ്പോൾ കുറച്ചാലോ എന്നുള്ള ആലോചിക്കുന്നുണ്ട്, അറിയില്ല എന്താവുമെന്ന്. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തേനെ. അപ്പോൾ അതായിരുന്നു പാത്തുവിൻ്റെ ഒരു പിക്ക് ഉണ്ടെങ്കിൽ ഇതിലിടാം കേട്ടോ. യെസ്, അതിടുന്നതായിരിക്കും. അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, എന്നാലും yes, അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കൂടി നിൽക്കും. So friends, thank you so much for watching our video. If you find this interesting, please share. If you find this helpful, please share with your friends and family. അപ്പോൾ പോവാം. Yes. അപ്പോൾ ശരി, bye.